ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് റാഗി, പഞ്ഞപ്പുല്ല്, നമ്മൾ മുത്താറി എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. അപ്പം മുത്താറി കൊണ്ട് നമുക്കിന്ന് ഇഡലി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ മുത്താറി ഇഡലി. അപ്പം നമ്മൾ ആവിയിൽ പുഴുങ്ങുന്നത്, പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് കുറവ്, നല്ല പിന്നെ ഫൈബർ അടങ്ങിയത്, ഇതുകൊണ്ടൊക്കെ മുത്താറി വളരെ നല്ലതാണ് ഷുഗർ പേഷ്യൻസിന് കേട്ടോ. അപ്പോൾ അതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്തു. എന്നിട്ട് അത് നന്നായി കഴുകി കുതിർക്കാൻ വെച്ചു. 1 ഗ്ലാസ് ഉഴുന്നെടുത്തു. വേണമെങ്കിൽ 3/4 ഗ്ലാസ് മതി കേട്ടോ. ഞാൻ 1 ഗ്ലാസ് എടുത്തു. എന്നിട്ട് ഇതൊക്കെ കുതിർത്ത് വെച്ച് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അരച്ചുവിട്ടു. അരയ്ക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണ് ചോറും ചേർത്തു. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല മുത്താറി ആയിരിക്കണം കേട്ടോ. മുത്താറി നന്നായി കഴുകി അരിക്കണം, കല്ലുണ്ടാവും ചിലതിൽ. ഇനി ഈ മാവ് ഞാൻ പുറത്ത് വെച്ച് പിറ്റേന്നാണ് എടുക്കുക. അധികം പുളി വേണ്ട എന്നുള്ളവർ കുറച്ച് കഴിഞ്ഞാൽ ഒരു രാത്രിയാകുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ ഇഡലി തട്ടിൽ നെയ്യോ എണ്ണയോ വെളിച്ചെണ്ണയോ തടവിയിട്ട് ഓരോരോ ഇതിലും നമ്മൾ മാവ് വയ്ക്കണം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കൂടുതലായിട്ട് മാവ് ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊങ്ങി വരുമ്പം നമുക്കിതൊന്നൊക്കെ എടുക്കാൻ പ്രയാസമാവും. അതുകൊണ്ട് ലെവലായിട്ടുള്ളൊരിതിൽ ഒഴിച്ചാൽ മതി. ഈ സമയത്ത് തന്നെ നമ്മൾ ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ തുറന്ന് നോക്കിയാൽ അടിപൊളി നല്ല പൊങ്ങിയിട്ടുള്ള ഇഡലി കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡലിയാണേ. ഈ കറിയായിട്ട് നല്ല തേങ്ങാ ചട്നിയാണ് ഉള്ളത് കേട്ടോ. സാമ്പാറും നല്ല കോമ്പിനേഷനാണ്. ഇനി അരയ്ക്കുന്ന സമയത്ത് ചോറില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മട്ട അവിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഈ മാവ് കൊണ്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ ദോശനേക്കാൾ എനിക്കിഷ്ടമായത് ഇഡ്ഡലിയാണ്. പിന്നെ നല്ല ഉഴുന്നും പിന്നെ നല്ലതാണ് നമുക്ക് ഷുഗർ പേഷ്യൻസിന് ഉലുവ അതൊക്കെ ഇട്ടതുകൊണ്ട് ഫൈബറും അടങ്ങിയിട്ടുണ്ട്. നല്ല അയൺ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഈ മുത്താറി ഇഡലി വളരെയധികം പ്രമേഹ രോഗികൾക്ക് നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്.